പ്രിയപ്പെട്ട ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 9-ാം അധ്യായം 2-ാം തിരുവചനം ഇങ്ങനെ പറയുന്നത്, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു, കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചു വരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇങ്ങനെയുള്ള കൂരിരുട്ടിൻ്റെ മേൽ ഒരു പ്രകാശമാണ്. കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ നിയമം, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ബലി, കർത്താവിൻ്റെ രക്തം ഇങ്ങനെയുള്ള കൂരിരുൾക്ക് ഒരു പ്രകാശമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശയ്യാ പ്രവാചകൻ ഈശോ ജനിക്കുന്നതിന് മുമ്പ് പ്രവചിച്ചൊരു വചനമാണ്, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു, കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അറിയണം, കർത്താവിന് ഈ പുൽക്കൂട്ടിൽ ജനിച്ച ഈശോയിൽ നമുക്കുള്ള പ്രത്യാശ ഇതായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എല്ലാറ്റിനും ഇടയിൽ ഒരു ക്രിസ്മസ് നമുക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനം ഇന്ന് ഈ ലോകത്ത് പ്രഖ്യാപിക്കപ്പെടണം. ഇങ്ങനെ നിർധനരായ മനുഷ്യർക്കിടയിൽ, ആരോരുമില്ലാത്തവരുടെ ഇടയിൽ യേശു എന്ന ദൈവത്തെ പ്രഖ്യാപിക്കാൻ ഈ ക്രിസ്മസ് നമ്മളെ ഒരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവം നമ്മെ വിട്ടുകളഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിലും ദൈവം നമ്മളെ വിട്ടുകളഞ്ഞിട്ടില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മളെ വിട്ടുകളയല്ല, ദൈവം നമ്മോട് കൂടെയുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 41-ാം അധ്യായം 10-ാം തിരുവചനം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വചനം ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവിലുള്ള പ്രത്യാശ, കർത്താവിലുള്ള ജീവിതം, കർത്താവിലുള്ള നമ്മുടെ സമർപ്പണം ഈ കാലഘട്ടങ്ങളെ നമുക്ക് അതിജീവിക്കാൻ, പ്രത്യേകിച്ച് ഒരു പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ലോകത്ത് നടന്നു നീങ്ങാൻ ദൈവം ഈ ക്രിസ്മസിൽ, ഈ ജൂബിലി വർഷത്തിലെ ക്രിസ്മസിൽ നമ്മളെ ഓരോരുത്തരും വിളിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ക്രിസ്തുവിൻ്റെ ജനനം മാത്രമല്ല, അതൊരു പുനർജീവനത്തിൻ്റെ, ഒരു പ്രത്യാശയുടെ പുനർജന്മത്തിൻ്റെ ഒരു കൂട്ടായ്മ കൂടിയാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് വെറുതെ ആഘോഷങ്ങളിൽ ഒതുങ്ങി തീരാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകണം. പ്രത്യാശ നൽകുന്ന ഒരു പുനർജനനം നമ്മളെല്ലാവരും ഈ കാലഘട്ടങ്ങളിൽ നേടിയെടുക്കാൻ ഒരുങ്ങണം.